ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനം രക്ഷയുടെ അൾത്താര എന്നുള്ള വിചിന്തനം നാം തുടരുകയാണ്. മുമ്പോട്ട് വരുന്ന 10 എപ്പിസോഡുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് നന്നായിരിക്കും. കാരണം സഹനം സന്തോഷത്തോടെ എടുത്ത് അതിലൂടെ വൻ കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്ത പല വ്യക്തികളെക്കുറിച്ചുമാണ് നമ്മളിനി വരും എപ്പിസോഡുകളിലൊക്കെ ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി, സഹനം എന്ന വിഷയം വന്നപ്പോൾ അത് സ്വീകരിക്കുന്നവരുടെ വ്യൂവേഴ്സിന്റെ എണ്ണവും കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു കാര്യമല്ല. അമേരിക്കയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ദുഃഖവെള്ളിയാഴ്ച വിദേശികള് ദുഃഖവെള്ളിയാഴ്ച ജോലിക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. അതല്ലെങ്കിൽ അവര് ദുഃഖവെള്ളിയാഴ്ചയുടെ ആ ഒരു ശുശ്രൂഷകളിലൂടെ കടന്നു പോകണം. അത് താല്പര്യമില്ലാത്തവര് സഹനം, മരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോലും താല്പര്യമില്ലാത്ത വ്യക്തികളെ നമ്മൾ കണ്ടെന്നു വരും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ലോകത്തുള്ളപ്പോൾ നമുക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. നമ്മൾ കർത്താവിൻ്റെ കുരിശിനെ കാണേണ്ടതുപോലെ കണ്ട് അത് സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് വെല്ലുവിളിയാണ്. നമ്മൾ കാണുന്നുണ്ട് സുവിശേഷങ്ങളിൽ തന്നെ അപ്പം വർദ്ധിപ്പിക്കുന്നിടത്ത്, രോഗശാന്തികൾ നൽകുന്നിടത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ യോഹന്നാൻ 6-ാം അധ്യായം 66 മുതൽ വായിക്കുമ്പോൾ യേശു ആഴമായ പഠനങ്ങൾ കൊടുത്തപ്പോൾ ജനക്കൂട്ടം അവനെ വിട്ടുപോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും എടുക്കാവുന്നതല്ല, പ്രത്യേകിച്ച് സഹനത്തെക്കുറിച്ചുള്ള അങ്ങനെയുള്ള ചിന്തകൾ. ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് കുരിശിനെ നാം എങ്ങനെ കാണണം എന്നുള്ളത് എല്ലാവർക്കും നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ചെന്നുമല്ല. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു വചന സന്ദേശമാണ്. ഫിലിപ്പിയർ 3-ാം അധ്യായം 18-19 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ കുരിശിന്റെ ശത്രുവാണോ, പണി പുറകെ വരുന്നുണ്ട്. അതാണ് ആ വചന സന്ദേശം. ഉദരമാണ് നിന്റെ ദൈവം, സുഖജീവിതമാണ് നീ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എങ്കിൽ നാശമായിരിക്കും നിന്റെ അന്ത്യം. അപ്രകാരമാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ദൈവമക്കളായി നമ്മൾ, ക്രിസ്ത്യാനികളായി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. ദുഃഖവെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകളുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കാറുള്ള ഒരു സന്ദേശമാണത്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. ഇത് അംഗീകരിച്ചിട്ടുള്ളവരൊരിക്കലും കുരിശിന്റെ ശത്രുക്കളായി മാറുകയില്ല. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, കുരിശ് തരുന്ന ഒരു സമാധാനമുണ്ട്. പലർക്കും തോന്നിയേക്കാം അതെന്തൊരു വിരോധാഭാസം. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് സമാധാനം കെടുത്തുന്നതാണ് കുരിശും സഹനമൊക്കെ. പക്ഷേ ദൈവം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, കുരിശ് നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. കുരിശിലാണ് യഥാർത്ഥ സമാധാനം. ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ വിരോധാഭാസമായിട്ട് തോന്നിയേക്കാം. സമർപ്പണ ജീവിതക്കാര് അനുസരണ വ്രതമെടുക്കും. പലർക്കും തോന്നിയേക്കാം അനുസരണ വ്രതം കാരണം അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അനുസരണ വ്രതം നമുക്ക് ഒരുപാട് ആന്തരിക സ്വാതന്ത്ര്യം തരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ആഴമായിട്ട് അതേക്കുറിച്ച് ചിന്തിക്കാനും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനും സാധിക്കുന്നവർക്ക് അത് മനസ്സിലാകും. ലൗകിക മനുഷ്യർക്ക് അത് മനസ്സിലാകണമെന്നില്ല. എന്ന് പറഞ്ഞ പോലെ കുരിശിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുരിശ് അസമാധാനം കൊണ്ടുവരുന്നതിനേക്കാൾ സമാധാനം നൽകുന്നു എന്ന ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്, ഒരു സ്ത്രീ സൂചിപ്പിച്ച കാര്യമാണ്. അവർക്കൊരു കൊച്ചുണ്ടായപ്പോൾ ആ കൊച്ച് ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതിനെ വളർത്തിക്കൊണ്ട് വരുന്നത് അവർക്ക് ഒരുപാട് ത്യാഗമെടുക്കേണ്ട ഒരു കാര്യമായിരുന്നു. വെയിറ്റ് കുറവുള്ള പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കാൻ എളുപ്പമുണ്ട്. ഓവർ വെയിറ്റ് ആയിട്ടുള്ളവരെ എടുത്തുകൊണ്ട് നടക്കുന്നത് അത്ര എളുപ്പമല്ല. അവരുടെ മനസ്സിൽ കൂടെ പോയ ചിന്ത, ഈ കൊച്ച് തനിയെ നടക്കാനും ഓടാനും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാരം മാറിയേനെ, എനിക്ക് സമാധാനമായേനെ. പക്ഷെ അവർ പിന്നീട് സൂചിപ്പിച്ച ഒരു കാര്യം, ഈ കൊച്ച് നടക്കാനും ഓടാനും തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ കൂടെ പോയ ചിന്ത, ഇതിന്റെ കാല് തല്ലി പിടിച്ചാലോ. അതിനാന്ന് ചോദിച്ചാൽ ഈ കൊച്ചിന്റെ പുറകെ ഓടി അവർ മടുത്തു. അപ്പൊ ഇതിനു മുമ്പ് അവർ വിചാരിച്ചിരുന്നത് കൊച്ചു നടക്കാനും ഓടാനുമായാൽ സമാധാനമുണ്ടാകും എന്ന് വിചാരിച്ചത് ശരിയായ സമാധാനമാണോ? ഒരു ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റും. നമുക്കതല്ല വേണ്ടത്. യഥാർത്ഥമായ സമാധാനം അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കുരിശിലാണ്. ക്രൂശിതനായ കർത്താവിനോട് ചേർന്ന് സഹിക്കുമ്പോൾ ഇത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും എന്ന യാഥാർത്ഥ്യമാണ് നാം തിരിച്ചറിയേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, കുരിശ് സാധാരണ നമുക്ക് ഇടർച്ചയാകാറുണ്ടോ അതോ പുകഴ്ചയാണോ? ചിലർക്ക് കുരിശ് ഇടർച്ചയാവും, വേറെ ചിലർക്ക് കുരിശ് പുകഴ്ചയാകും. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുള്ളതാണ്. 1 കൊരിന്തോസ് 1-ാം അധ്യായം 18-ാമത്തെ വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാശത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് അത് രക്ഷയുടെ അടയാളമായി മാറുക. നമ്മുടെ ലക്ഷ്യം എന്താണ്? സുഖജീവിതമാണോ അതോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ച് സ്വർഗത്തിലെത്തണം എന്നുള്ളതാണോ? രക്ഷയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ കുരിശ് നമുക്ക്
ഒരു പുകഴ്ചയായിട്ടേ നമുക്ക് മാറത്തുള്ളൂ. നാശത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് കുരിശ് ഇടർച്ചയായി മാറുന്നത് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഞ്ചാരം ശരിയായിരിക്കണം. രക്ഷയുടെ മാർഗത്തിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നത്? നാശത്തിന്റെ മാർഗത്തിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നത്? അതനുസരിച്ചാണ് കുരിശ് നമുക്ക് ഇടർച്ചയോ പുകഴ്ചയോ ആയി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ സംസാരം ശരിയായിരിക്കണം. സഞ്ചാരം മാത്രമല്ല സംസാരം. യാക്കോബ് 3:2 നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏതൊരുവനും പരിപൂർണനാണ്. പറയുണ്ട് ആ പരിപൂർണത ലക്ഷ്യം വെച്ചിരിക്കുന്നവര് സംസാരം സൂക്ഷിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 7:55 നോട്ടം ശരിയായിരിക്കണം. വലിയ സഹനത്തിന്റെ നടുവിലും സ്തേഫാനോസ് നോക്കിയത് മുകളിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അത് അവന് എത്രമാത്രം ആ സഹനം എടുക്കാൻ സഹായിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കുരിശിന്റെ ശത്രുക്കൾക്ക് നാശം വരും എന്നുള്ളത് വചനത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ കുരിശിന്റെ ശത്രുവാണെങ്കിൽ പണി പുറകെ വരുന്നുണ്ട്. എന്താണ് ആ പണി? നാശം. അതാണ് ഫിലിപ്പിയർ 3:18-19 വചനങ്ങളിൽ കൃത്യമായിട്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. നാശം വരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നവര്, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവര് കുരിശിന്റെ ശത്രുക്കളാകാതെ ആ കുരിശിനെ കാണേണ്ടതുപോലെ കാണണം. യേശു എടുത്തതുപോലെ എടുക്കണം. അപ്പസ്തോലന്മാർ അത് എടുത്തതുപോലെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർക്കാണ് രക്ഷ പ്രാപിക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം നാം തിരിച്ചറിയണം. അവസാനമായിട്ട് ഒരു കാര്യം, കുരിശാണ് അനുഗ്രഹങ്ങളുടെ ഉറവ എന്ന് വിശുദ്ധര് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങളുടെ ഉറവ. വിശുദ്ധ ലെയോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ്, എല്ലാ വരങ്ങളുടെയും കാരണമാണ്. പറയുണ്ട് അനുഗ്രഹം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവര് കുരിശിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറാകണം. വീണ്ടും അദ്ദേഹം പറയാണ്, അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു. ഇതെല്ലാം വിശ്വാസികളിൽ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സഹനത്തെ എടുക്കേണ്ട പോലെ എടുക്കുവാൻ വേണ്ട അഭിഷേകത്തിനായിട്ട് നമുക്കിനി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, കുരിശ്, സഹനം എന്നിവ ശാപമായി കാണുന്നവരുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തങ്ങളുടെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ചെയ്ത യേശുനാഥ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച സഹനങ്ങളും അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഏറ്റെടുത്ത സഹനങ്ങളും അങ്ങയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് അവയെല്ലാം രക്ഷാകര സഹനമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ലജ്ജിക്കാതിരിക്കാനും അത് കണ്ട് പരിഭ്രമിക്കാതിരിക്കാനും ഞങ്ങളെ ആത്മീയ കരുത്തുള്ളവരാക്കണമേ. ശുദ്ധമായ സഹനത്തിലൂടെ ശുദ്ധമായ വിവേകം കൈവരിച്ച് സ്വർഗീയോന്മുഖ ജീവിതം നയിക്കാനും വിശുദ്ധിയിൽ വളരാനും നിത്യമഹത്വം പ്രാപിക്കാനും ഞങ്ങൾക്കും ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.